ഗേറ്റിന് മുന്നിൽ നിന്ന് ഗേറ്റ് പൂർണ്ണമായും തുറന്ന് വന്ന SFI പ്രവർത്തകർ സാങ്കേതിക സർവകലാശാലയിലെ വിവിധ ഭാഗങ്ങളിൽ ബ്ലോക്കുകളിലായി ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഈ ഒന്നാം നിലയുടെ താഴെ VC-യുടെ ചേംബറിന് തൊട്ട് താഴെ ഒരു ഭാഗത്ത് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ മറ്റൊരു ഭാഗമായി കുറേ ഏറെ പ്രവർത്തകർ മറ്റൊരു ഭാഗത്തൂടെ VC-യുടെ ചേംബറിൻ്റെയും ഒപ്പം തന്നെ സർവകലാശാലയുടെ വിവിധ ബ്ലോക്കുകളിലേക്കും ഒക്കെ എത്തിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ SFI പ്രഖ്യാപിച്ചതും അതുതന്നെയായിരുന്നു. സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയുള്ള പ്രതിഷേധം നടത്തും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അത് പൂർണ്ണമായും അതിന് സമാനമായ രീതിയിൽ തന്നെ നിലവിൽ ഉള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാന നേതാക്കൾ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, ഒപ്പം തന്നെ MC ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള പ്രധാന സംസ്ഥാനത്തെ നേതാക്കൾ കൂടി നേതൃത്വം നൽകിയാണ് ഈ മാർച്ച്. പക്ഷേ പോലീസ് ജലപീരങ്കി വെച്ച് ഒരു ഭാഗത്ത് തടഞ്ഞപ്പോഴും പൂർണ്ണമായും വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതും പ്രധാനമായും എടുത്തു കാണേണ്ടതാണ്. അതിനുശേഷമാണ് പ്രവർത്തകർ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുകയും മതിലിൽ ചാടി അകത്തേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴും പോലീസുമായി SFI നേതാക്കൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു മിനിറ്റായി തുടങ്ങിയ പ്രതിഷേധം അത് പല രീതിയിലായി ഇപ്പോഴും സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് പല വിഭാഗങ്ങളിലായി പഠിക്കുന്ന ണ്ട് പല ബ്ലോക്കുകളിലേക്കും ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. അങ്ങനെ VC-യുടെ ചേംബറിനടുത്തേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് തടയാനുള്ളൊരു നീക്കമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റ് പല വഴിയിലൂടെയും കടന്ന SFI പ്രവർത്തകർ നിലവിൽ ഇപ്പോൾ പല ബ്ലോക്കുകളിലായി എത്തിയിരിക്കുന്നത്. VC-യുടെ ചേംബറിനടുത്തൊക്കെ എത്തി വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ നേതാക്കൾക്കോ മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തകർക്കോ ഒന്നും ആ വഴിയിൽ മുകളിലേക്ക് കയറാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് പോലീസ് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്കിടെ പോലീസുമായി വാക്കുതർക്കവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകാനുള്ള കാരണവും. അങ്ങനെ സാങ്കേതിക സർവകലാശാലയിൽ ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന പ്രതിഷേധം, അതിനുശേഷം ഈ VC-ആയി K ശിവപ്രസാദ് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തെ മാറ്റണം, സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കണം, ഒപ്പം തന്നെ സംഘ്യ വൈസ് ചാൻസലറെ പുറത്താക്കണം എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് SFI പ്രതിഷേധം തുടങ്ങിയതെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് വലിയ പ്രതിഷേധമായി മാറുകയാണ്. ഒരുപക്ഷെ സർവകലാശാല ആസ്ഥാനത്ത് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ളൊരു പ്രതിഷേധവും സംഘർഷവും ഒക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തുന്ന പ്രതിഷേധമാണ് കാണുന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ സർവകലാശാല വളപ്പിനകത്ത് പ്രവേശിച്ചു. പോലീസ് അവരെ തടയുകയാണ്. വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VC-യുടെ ചേംബറിൽ കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് പോലീസുമായി സംഘർഷത്തിന് കാരണമായത്. നിലവിൽ ഒരു സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാവുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. വിജിൻ വീണ്ടും ചേരുന്നു. വിജിൻ, ഇപ്പോഴെന്താണ് നടക്കുന്നത്? പോലീസുമായി സംസാരിക്കുകയാണോ SFI പ്രവർത്തകർ? തീർച്ചയായും പിരിഞ്ഞു പോകാനുള്ള ആവശ്യമാണ് പോലീസ് നിരന്തരമായി നേതാക്കളോട് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല, VC-യുടെ ചേംബർ മുന്നിൽ പ്രതിഷേധിക്കും എന്നുള്ള അത്തരം ഒരു വാശിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്കിടെ ഒരു സംഘർഷമായി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഭാഗങ്ങളിലൂടെ ഇപ്പോൾ SFI പ്രവർത്തകർ പല ബ്ലോക്കുകളിൽ എത്തിയിട്ടുണ്ട്. പ്രധാന നേതാക്കളാണ് ഈ VC-യുടെ കവാടത്തിലേക്ക് കയറുന്ന ഭാഗത്ത് ആ സ്റ്റെപ്പിന് താഴെയായുള്ളത്. അവർ പോലീസുമായി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ വിദ്യാർത്ഥികൾ കയറാനുള്ള ഒരു നീക്കം നടത്തുന്ന സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല ബ്ലോക്കുകളിലായി നിരന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്ത് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന സർവകലാശാലയാണ്. പല ബ്ലോക്കുകളിലായി പല ഭാഗങ്ങളിലായാണ് സർവകലാശാല ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്ക് ഒക്കെ മാറി മാറി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഇപ്പോഴും SFI പ്രവർത്തകർ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും സർവകലാശാലയുടെ ഗേറ്റ് ഇപ്പോൾ നിലവിൽ തുറന്നു കിടക്കുകയാണ്. പോലീസിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലാണ് വിദ്യാർത്ഥി പ്രവർത്തകർ ഇങ്ങോട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പോലീസ് വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഗേറ്റിന് ഭാഗത്താണുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ കൂടുതൽ പിന്തിരിപ്പിക്കാൻ പോലീസിന് നിലവിൽ ഇപ്പോഴും കഴിയുന്നില്ല. ഇടയ്ക്കിടെ അവർ അത് വലിയ മുദ്രാവാക്യം വിളികളോടെ അകത്തേക്ക് കയറാനൊരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, ഒപ്പം തന്നെ പ്രസിഡന്റ് M ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘമുള്ളത്. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ക്യാമറമാൻ ഒക്കെ ഈ നേതാക്കൾ നിൽക്കുന്ന ഭാഗത്താണുള്ളത്. പക്ഷേ മറ്റൊരു ഭാഗത്തോടെ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ കടന്നിട്ടുണ്ട്. അവിടെയും മുദ്രാവാക്യം വിളിക്കുന്നു. സർവകലാശാല ആസ്ഥാനത്ത് PS സഞ്ജീവിന്റെ നേതൃത്വത്തിൽ VC-യുടെ ഓഫീസിന് തൊട്ട് മുന്നിലേക്ക് SFI പ്രവർത്തകർ എത്തുന്നു. അജിംസ്, എന്തായാലും കേരള സർവകലാശാലയിൽ കണ്ടതിന് സമാനമായ നിലയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.